നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. എടാ പരീക്ഷ എത്തിയിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഒരു മാസം എങ്ങനെയാ പോയെ? വളരെ വേഗത്തിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ സ്കൂളുകളിലെ പാഠങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ടേക്ക് പോയി. നമ്മൾ ഇനി അടുത്ത മാസത്തെ ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഓണം എക്സാം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നടക്കാൻ വേണ്ടി പോവാണ് സ്കൂളുകളിൽ. അപ്പോൾ ഓണം എക്സാമിന് ഏതൊക്കെ പാഠങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, ഏതൊക്കെ പാഠങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ഓണം എക്സാമിന്റെ പാഠങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ ചോദ്യങ്ങളും ഏത് പാഠത്തിനാണ് വരുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാഷ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മലയാളം പരീക്ഷയുടെ പാഠങ്ങളാണ്. ഏതൊക്കെ പാഠങ്ങളാണ് മലയാളം പരീക്ഷയ്ക്ക് ഓണം എക്സാമിന് ഉണ്ടാവുക, സിലബസ് പ്രകാരം ഉണ്ടാവുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ നോക്കുന്നത്. അപ്പം മക്കളെ, ആദ്യമായിട്ട് മലയാളത്തിന്റെ കേരള പാഠാവലി എടുക്കുകയാണെങ്കിലോ, അപ്പം മലയാളം കേരള പാഠാവലി, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്താണ് സംസ്കൃതം, അതുപോലെ തന്നെ ഉറുദു, അറബി ഒക്കെ ഉണ്ടാവും. അപ്പൊ മലയാളം കേരള പാഠാവലി മക്കൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാത്ത കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അടിസ്ഥാന പാഠാവലി പറയാം. അപ്പൊ കേരള പാഠാവലിയിൽ നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? അമൃതം നുകരാം എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു. ആദ്യത്തെ യൂണിറ്റ് അമൃതം നുകരാം എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു. യൂണിറ്റിൽ നമ്മൾ 4 പാഠങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് അടുക്കള എന്ന് പറയുന്ന ഒരു ഗദ്യ കവിത, അടുത്തത് ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവലിന്റെ ഭാഗം അല്ലെ. ഇനി അടുത്തത് കൊയക്കട്ട എന്ന് പറയുന്ന ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ ഒരു കവിത പഠിച്ചു. കായല്യമു നെവേഞ്ചിമു തന്തിന്ത ചവി എന്ന് പറയുന്ന ഒരു ലേഖനം നമ്മൾ ഇത് പഠിച്ചു. നമ്മുടെ ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ലേഖനമാണ് കായല്യമു നെവേഞ്ചിമു തന്തിന്ത ചവി. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു. ഈ 4 പാഠങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒന്നാമത്തെ യൂണിറ്റ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ യൂണിറ്റ് മുഴുവൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭക്ഷണ സംസ്കാരത്തെ കുറിച്ച്, ഭക്ഷണമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നത്, കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ യൂണിറ്റ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. രണ്ടാമത്തത് നടുകൾ തിന്നാന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ്. നല്ലൊരു യൂണിറ്റ് ആണ് രണ്ടാമത്തെ യൂണിറ്റ്. ആദ്യം നമ്മൾ പഠിക്കുന്ന എന്താ? കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു അല്ലെ. മനോഹരമായ ഒരു കഥ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. കോയയുടെ ചെറിയ വസ്തുക്കൾ. ഇനി ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന ഒരു കവിതയാണ് അടുത്തതായി പഠിക്കുന്നത്. തൊഴിലിന്റെ രുചി ഭാഷയുടേതും എന്നുള്ള ഒരു കത്താണ് അടുത്തതായി പഠിക്കാനുള്ളത്. അപ്പൊ 3 പാഠഭാഗങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. 3 പാഠഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കതിൽ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത് ആദ്യത്തെ 2 ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കുക. കോയയുടെ ചെറിയ വസ്തുക്കള്, ഗാന്ധിജിയുടെ അതിഥി എന്നുള്ള ഭാഗം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്കൂളുകളിൽ ഇതൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ലല്ലേ, ഒരുപാട് പുറകിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യും? മുന്നോട്ടേക്ക് വരും. അപ്പൊ മുന്നോട്ടേക്ക് വരുന്ന കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ തന്നെ തയ്യാറായിരിക്കണം. അപ്പൊ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ കണ്ടു തുടങ്ങണം അല്ലെ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. എങ്കിൽ മാത്രമേ എക്സാമിന് നമുക്ക് നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടി പറ്റൂ. അപ്പോൾ എജുപോർട്ടിന്റെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? അടിസ്ഥാന പാഠാവലിയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ്, ഏതൊക്കെ പാഠങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത് പഠിക്കാം അല്ലേ. അപ്പോൾ അടിസ്ഥാന പാഠാവലിയിൽ ആദ്യത്തെ യൂണിറ്റ് നോക്കിയേ, മനസ്സ് തുറക്കാം എന്ന് പറയുന്ന യൂണിറ്റ്. ഒന്നാമത്തെ യൂണിറ്റ് എന്തിനെ കുറിച്ചായിരുന്നു പറയുന്നത്? അത് മാതൃഭാഷയെ കുറിച്ചായിരുന്നു. ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു എന്നുള്ള ഒരു ലേഖനമാണ്. മാതൃഭാഷ, നമ്മുടെ ഭാഷ ഏതാണ്? മാതൃഭാഷ മലയാളമാണ് അല്ലേ. അപ്പം എൻ്റെ ഭാഷ മലയാളം. ഈ മലയാളം, നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ ലേഖനമായിട്ട് കാണുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ കുറച്ച് കവിതകൾ എന്ത് ചെയ്യാണ്? ഒരു കവിതകളുടെ കൂട്ടമാണ് രണ്ടാമത്തേത്. തായ്മൊഴി പീലികൾ എന്നാണ് ഈ കവിതാ കൂട്ടത്തിന്റെ പേര്. അപ്പൊ തായ്മൊഴി പീലികൾ എന്ന് പറയുന്ന കവിതകളുടെ ഒരു കൂട്ടം. മൂന്നാമത്തത് മാതൃഭാഷയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന മാതൃഭാഷയും പരിസ്ഥിതി എന്നുള്ള മറ്റൊരു ലേഖനം. അടുത്തത് ശന്തനുവിന്റെ പക്ഷികൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ഇത്രയാണ് നമ്മുടെ ആഗസ്റ്റ് മാസം വരെ നമ്മുടെ ഒന്നാമത്തെ പരീക്ഷയ്ക്ക് ആവശ്യമായ പാഠങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 3 പാഠങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? എന്തായാലും എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ആശയം മാതൃഭാഷയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാം. ഉപന്യാസങ്ങള്, പ്രസംഗങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യാം? മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച്, മാതൃഭാഷയുടെ
പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാം ചോദ്യങ്ങളായിട്ട് വരാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഒന്നാമത്തെ യൂണിറ്റ് മനസ്സ് തുറക്കാന്നുള്ള യൂണിറ്റ് ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ശരിയായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പം മക്കളെ നമ്മുടെ എജുപോർട്ടിന്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ബാച്ച് എന്ത് ചെയ്യാണ് നമ്മൾ ജൂലൈ 10 ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനകത്തേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, വളരെ കുറച്ച് അതിന്റെ കണ്ടന്റുകൾ മാത്രം ഉൾപ്പെടുത്തി എന്ത് ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും പരിഹരിക്കാനാവുന്ന സെക്ഷൻസോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലാസ്സുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പഠന നിലവാരം എന്ത് ചെയ്യുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മെന്റേഴ്സ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മുടെ ബാച്ച് ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാച്ചിനകത്തേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണോ, നിങ്ങൾക്ക് സ്കൂളുകളിലെ പഠനത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ സ്കൂളിലെ പഠനം ഒന്നും കൂടി സുഖകരമാക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഉപകരിക്കുന്നതാണ് പറയാനുള്ളത്. അപ്പോൾ അതിനാഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മക്കൾ ഇപ്പം എന്ത് ചെയ്യുക ഒരു കുഞ്ഞു ആഗ്രഹമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ താഴെ നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കാണ്. ലിങ്കിനകത്തേക്ക് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, മീഡിയം, അതുപോലെ മൊബൈൽ നമ്പർ ഇത്ര മാത്രം ഒന്ന് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മക്കളെ ഇതെന്താണ് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പൈസ ഒന്നും എന്ത് ചെയ്യുന്നില്ല നമ്മൾ നഷ്ടപ്പെട്ടു പോവില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു നിങ്ങളത് രജിസ്റ്റർ ചെയ്യുന്ന അത്ര മാത്രം എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് ഇനി എപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചാലും രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മാത്സ് ഫൗണ്ടേഷനും ഇംഗ്ലീഷ് ഫൗണ്ടേഷനും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഇനി മുകളിലോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഇംഗ്ലീഷ് ആണല്ലേ. ഇംഗ്ലീഷ് എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ എന്തായിരിക്കും അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കണം. രണ്ടാമത് നമ്മുടെ മാത്സ് ആണ് എല്ലാത്തിൻ്റെ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും തുടക്കമാണ് ബേസ് ആണ് നമ്മുടെ ഈ പ്രൈമറി ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസ് എന്ത് ചെയ്യണം ബേസ് സെറ്റ് ചെയ്യണം. അങ്ങനെ മാത്സ് ഫൗണ്ടേഷനും ഇംഗ്ലീഷ് ഫൗണ്ടേഷനും കൂടിയാണ് നമ്മുടെ ഈ ബാച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ആണ്. ഓണം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഓണം വരെ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇതെന്താണ് നിങ്ങളുടെ ഈ വർഷം മുഴുവൻ, നിങ്ങളുടെ ഈ അക്കാദമിക് ഈ ഇയർ മുഴുവൻ നിങ്ങളുടെ അവസാനത്തെ എക്സാം വരെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യടാ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ എക്സാമിലേക്ക് പോവാണ്. അപ്പോൾ എക്സാമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടുകൾ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും നോട്ടുകൾ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം നോട്ടുകൾ, PDF-കൾ. പിന്നെ നമ്മളെ എല്ലാ ദിവസത്തെയും പത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ഹെഡ്ലൈൻസ്, അതായത് നമ്മളിപ്പം നമ്മുടെ പരീക്ഷക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇത്തരത്തിലുള്ള കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറ് നമ്മൾ എല്ലാ ദിവസത്തെയും പത്രത്തിലെ ഹെഡ്ലൈൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ A+ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ലൈവ് മിസ്സായാലും ലൈവിൻ്റെ നോട്ട് എന്ത് ചെയ്യരുത് മിസ്സാക്കരുത്. ഹോംവർക്കുകൾ ആവശ്യമാണ്, PDF നോട്ടുകൾ ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ നമ്മുടെ A+ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ ലിങ്ക് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത് മറന്നു പോകരുത്. ഓക്കെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.